വെൽക്കം ടു നെക്സോവരീന ടോക്സ്. ഇന്ന് സംസാരിക്കുന്നത് പ്ലൂറിബസിൻ്റെ എപ്പിസോഡ് 3 ആയിട്ടുള്ള ഗ്രനേഡാണ്. അപ്പോൾ സോസിയയും കരോളിനും തിരിച്ച് അവർ വിമാനത്തിൽ റിട്ടേൺ വരെയാണ്. അപ്പോൾ കരോളിൻ ചോദിക്കുന്നു ഏതെങ്കിലും സയൻറ്റിഫിക്കായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഹൈമൻഡിൽ ഇല്ലാത്തവരുണ്ടോ എന്ന്. അപ്പോൾ പരാഗ്വയിലുള്ള ഒരു വ്യക്തി ഇതുവരെ കണക്റ്റ് ആയിട്ടില്ല എന്ന് സോസിയ പറയുന്നു. അങ്ങനെ അയാളെ കണക്ട് ചെയ്യാൻ കരോളിൻ ശ്രമിക്കുന്നു. പക്ഷെ അതൊരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആകുന്നു. കാരണം പുള്ളിയും ചീത്ത വിളിക്കുന്നു, തിരിച്ച് കരോളിനും ചീത്ത വിളിക്കുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹെലനും കരോളിനും നോർവേയിൽ അവർ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പോയ ഒരു ഐസ് പാലസിലെ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനകത്ത് കരോളിൻ ആ ഒരു ഭ്രമിപ്പിൽ അത്ര എക്സൈറ്റഡ് അല്ല, പക്ഷേ ഹെലൻ കൂടുതൽ എക്സൈറ്റഡ് ആണ്. അപ്പം അതായത് എല്ലാവരും സന്തോഷിക്കുമ്പോഴും കരോളിൻ അങ്ങനെ കറക്റ്റായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു തീം പറയുന്ന ഒരു സീനായിരുന്നു അത്. പിന്നീട് പിറ്റേ ദിവസം കരോളിന് ഹെലൻ അവസാനമായിട്ട് വാങ്ങിച്ചു കൊടുത്ത ഒരു മസാജ് ടോയ് സോസിയെ കൊണ്ടേ കൊടുക്കുന്നു. അങ്ങനെ ഹെലനിലെ എല്ലാ ഓർമ്മകളും ഈ ഹൈമൻസ് ഷെയർ ചെയ്യുന്നുള്ളത് കരോളിനെ ഭയങ്കര ദേഷ്യം പിടിപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് ഹെലനുമായി സംബന്ധിച്ച് എല്ലാവരും ഇറേസ് ചെയ്യാൻ വേണ്ടി സോസിയോട് ആവശ്യപ്പെടുന്നു. പിന്നെ ഫുഡ് കൊണ്ടുവന്നപ്പോൾ താനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നും താൻ ഒറ്റയ്ക്ക് അത് ചെയ്തോളാമെന്നും പറയുന്നു. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റ് കാലിയാണ്. അതായത് ഹൈ മൈൻഡ് പീപ്പിൾ ഈ എല്ലാ റിസോഴ്സസും ഒരു സെൻട്രലൈസ് ചെയ്തിട്ട് മിനിമം അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാവുന്നു. പക്ഷേ കരോളിൻ അവർക്ക് ഷോപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ആ സൂപ്പർ മാർക്കറ്റ് തിരിച്ച് വീണ്ടും ഫില്ലാക്കുന്നു. ഈ ഹൈ മൈൻഡഡ് പീപ്പിൾ മറ്റേ എനർജി സേവ് ചെയ്യാൻ വേണ്ടി നൈറ്റ് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യുന്നു. അപ്പോൾ കരോളിൻ്റെയും ഓഫ് ചെയ്യുമ്പോൾ പുള്ളിക്കാരത്തി വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ മാത്രം ഓണാക്കിയിട്ടിട്ട് ഹൈ മൈൻഡഡ് പീപ്പിൾ പറയുന്നു ഞങ്ങൾ രാത്രി വർക്ക് ചെയ്യാറില്ല, എനർജി സേവ് ചെയ്യാനുള്ള ഒരു പദ്ധതിയിലാണെന്നുള്ളതും. അങ്ങനെ ആ സമയത്ത് ഒരു തമാശ രൂപേണ സോസിയോട് എല്ലാം പറയുന്നു ഒരു ഗ്രനേഡായിട്ട് വരാൻ പറയുന്നു. പക്ഷേ ഹൈ മൈൻഡഡ് പീപ്പിൾ കരോളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സോസിയുടെ അടുത്ത് ഗ്രനേഡ് കൊണ്ടുപോയി കൊടുക്കുന്നു. പുള്ളിക്കാർക്ക് ഒരു കളിപ്പാട്ടമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നൂരുന്നു. പക്ഷേ അതൊരു യഥാർത്ഥ ഗ്രനേഡായി ആണ്. അത് സോസിയെ കരോളിനെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള അറ്റംപ്റ്റിൽ സോസിയയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും പുള്ളിക്കാരി ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ കരോളിനെ മനസ്സിലാകുന്നു ഒരു കോമൺ സെൻസ്, മനുഷ്യനുള്ള ഒരു കോമൺ സെൻസ് ഈ ഹൈ മൈൻഡഡ് പീപ്പിളിനില്ല എന്നുള്ളൊരു കാര്യം. ഹൈ മൈൻഡഡ് പീപ്പിളിൻ്റെ അടുത്ത് താനൊരു ആറ്റം ബോംബ് ചോദിച്ചാൽ തരുമോ എന്ന് ചോദിക്കുമ്പോൾ കരോളിനെ ഹാപ്പിയാക്കാനാണെങ്കിൽ അതും തരും എന്ന് പറയുന്നു. അതായത് ഇവർക്ക് നോ പറയാൻ അറിയില്ല എന്നുള്ളൊരു സത്യം ഈ എപ്പിസോഡിൽ കരോളിൻ മനസ്സിലാക്കുന്നു.